നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 11 കൊല്ലക്കാലമായി രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ കേരളം എടുക്കുന്ന ശക്തമായ നടപടികൾ രാജ്യം ഉറ്റുനോക്കുകയാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ. റേഷൻ സാധനങ്ങൾ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാരുടെ സമരം അവസാനിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതുതായി ആരംഭിച്ച ബ്ലഡ് കമ്പോണന്റ് പ്രിപ്പറേഷൻ സ്റ്റോറേജ് സെന്റർ, നവീകരിച്ച ഔട്ട് പേഷ്യന്റ് വിഭാഗം എന്നിവ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തി ആർജിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചാലക്കുടി DF ഓഫീസിലെ വനിതാ സൂപ്രണ്ടായിരുന്ന MV ഹോവിക്കെതിരെയുള്ള സഹപ്രവർത്തകരുടെ പരാതി തള്ളി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 11 കൊല്ലക്കാലമായി രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ കേരളം എടുക്കുന്ന ശക്തമായ നടപടികൾ രാജ്യം ഉറ്റുനോക്കുകയാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ. 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPI ചാലക്കുടി മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ചാലക്കുടി മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക തൊഴിലാളി ഫെഡറേഷൻ നേതാവുമായിരുന്ന NA ദാമോദരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം കർഷക തൊഴിലാളി രംഗത്തെ പ്രവർത്തനം മുൻനിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക തൊഴിലാളി ഫെഡറേഷന്റെയും സംസ്ഥാന നേതാവായിരുന്ന AK ചന്ദ്രന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ സമ്മാനിച്ചു. CN ജയദേവൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KG ശിവാനന്ദൻ, VS പ്രിൻസ്, T പ്രദീപ് കുമാർ, KS ജയ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മാനമായി ലഭിച്ച അവാർഡ് തുക BKMU സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലേക്ക് കൈമാറി. BKMU ജില്ലാ സെക്രട്ടറി VS പ്രിൻസ് തുക ഏറ്റുവാങ്ങി. മുതിർന്ന പാർട്ടി അംഗം MK വിജയൻ പതാക ഉയർത്തിയതോടെ ആരംഭിച്ച സമ്മേളനത്തെ PM വിജയൻ, TR ബാബുരാജ്, വിജി സദാനന്ദൻ, MD പ്രവീൺ, MS ജയചന്ദ്രൻ തുടങ്ങിയവരടങ്ങിയ പ്രസീഡിയവും CV ജോർഫി, MV ഗംഗാധരൻ, ഉഷ പരമേശ്വരൻ, TV രാമകൃഷ്ണൻ, KK സന്തോഷ് തുടങ്ങിയവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. MV ഗംഗാധരൻ രാഷ്ട്രീയ റിപ്പോർട്ടും മണ്ഡലം സെക്രട്ടറി CV ജോഫി പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും PV വിവേക് രക്തസാക്ഷി പ്രമേയവും വിജി സദാനന്ദൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. നമ്മുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ കരട് രാഷ്ട്രീയ ബ്രിട്ടൻ അമെൻഡ്മെന്റ്സ് എഴുതിയ ഭേദഗതി അവാർഡ് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആനമല കോൺഗ്രസ് സംഘത്തിൽ അദ്ദേഹം 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാം. അദ്ദേഹത്തിന്റെ മകൻ കാൽത്തീറ്റ കമ്പനിയിൽ പാർട്ടി നൽകിയ ജോലിയാണ്. ഇപ്പൊ പാർട്ടി നൽകിയ ജോലി കൊണ്ടിറക്കുന്നത് എല്ലാവരും ആ കൂറ് കാണിക്കുന്നുണ്ടോ? കുറച്ച് പാർട്ടിയുടെ അതുകൊണ്ടാണ് എഴുതിയ ഭേദഗതി അടുത്ത ചങ്ങാത്ത ആരംഭിച്ചു. അമേരിക്കയുടെ ഏറ്റവും അടുത്ത ചങ്ങാതി ആരെന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളും അവരുടെ മുതലാളിത്ത റേഷൻ സാധനങ്ങൾ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാരുടെ സമരം അവസാനിച്ചു. 2 മാസത്തെ ബിൽ കുടിശ്ശികയായ 40 കോടിയിൽ പരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ സപ്ലൈകോ കൈമാറിയതോടെയാണ് കരാറുകാർ സമരം അവസാനിപ്പിച്ചത്.
റേഷൻ കടകളിൽ സാധനങ്ങളുടെ വിതരണം പുനരാരംഭിച്ചു. ബിൽ കുടിശ്ശിക നൽകാത്തതിനാൽ ഈ മാസം 9 മുതലാണ് കരാറുകാർ സമരം ആരംഭിച്ചത്. ബിൽ കുടിശ്ശിക നൽകാനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് സർക്കാർ 50 കോടി രൂപ ഏതാനും ദിവസം മുമ്പ് അനുവദിച്ചെങ്കിലും ട്രഷറി നിയന്ത്രണങ്ങൾ മൂലം നൽകാനായില്ല. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ബിൽ കുടിശ്ശികയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏപ്രിലെ പണവും കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ബിൽ കുടിശ്ശികയിൽ ഓഡിറ്റ് ചെയ്ത ശേഷം ബാക്കി നൽകാനുള്ള തുകയും പിന്നീട് അനുവദിക്കും. സമരം മൂലം റേഷൻ വിതരണ രംഗത്ത് പ്രതിസന്ധിയില്ലെന്നും 49% കാർഡ് ഉടമകൾക്ക് ഇതുവരെ റേഷൻ നൽകിയതായും മന്ത്രി GR അനിൽ വിശദീകരിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതുതായി ആരംഭിച്ച ബ്ലഡ് കമ്പോണന്റ് പ്രിപ്പറേഷൻ സ്റ്റോറേജ് സെന്റർ, നവീകരിച്ച ഔട്ട് പേഷ്യന്റ് വിഭാഗം എന്നിവ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R Bindu ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മിഷൻ ചൈതന്യവും ആധുനിക മെഡിക്കൽ സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആശുപത്രിയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും വിഷമത അനുഭവിക്കുന്ന വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് നടത്തുന്ന പദ്ധതി അഭിനന്ദനമർഹിക്കുന്നതായി മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇരിയാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഡോക്ടർ ആൻഡു ആലപ്പാടൻ പദ്ധതി വിശദീകരിച്ചു. ആശുപത്രി പ്രസിഡന്റ് മോൻഷൻമൂർ ജോസ് മാരിയേക്കൽ, സനീഷ് കുമാർ ജോസഫ് MIA, മുനിസിപ്പൽ ചെയർമാൻ ഷിതു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ടോണസ് മാളിയേക്കൽ, റവറൻ ഫാദർ നവീൻ കൂക്കൻ എന്നിവർ പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട നവീൻ അച്ഛനാണ് ലാബിന്റെ ഇൻചാർജായി അഭിനന്ദനം അറിയിച്ചു. ഒരു വർഷത്തേക്ക് 30 ഡയാലിസിസ് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാം. ഒരു കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് ഡോക്ടർ പ്രസാദ് വർക്കിലൂടെയാണ്. ഓരോ 50 രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളോടുകൂടെ 85ഓളം ഡോക്ടേഴ്സ്, 1000-ലധികം ജോലിക്കാരുമൊക്കെയായിട്ട് വളർന്ന് വലുതായി. അതിൽ തന്നെ ഇമേജ് IMA തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിൽ നിന്നും നമുക്ക് ലഭിച്ച ഈ സന്ദേശം വളരെ സന്തോഷകരമാണ്. 21,702 ഹോസ്പിറ്റലുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡ് പ്രൈസ് ഇമേജ് പരിസ്ഥിതി മിത്ര അവാർഡ് 2025 നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന്റെ പുറകിലുണ്ട്. അവർക്ക് എല്ലാവർക്കും അനുവദിച്ച് തുടങ്ങി എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നൽകുക. സൂചിപ്പിച്ചതുപോലെ 3 സുപ്രധാനമായിട്ടുള്ള ഉണ്ടായിരുന്ന OP ബ്ലോക്ക് കാലാനുസൃതമായി നവീകരിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെയും ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ബ്ലഡ് സ്റ്റോറേജ് സംവിധാനത്തിന്റെയും നവീകരിച്ച നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് സന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഹോസ്പിറ്റൽ അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ അതിസാധാരണക്കാരായ ജനങ്ങൾക്കും ഏറെ പ്രയോജനപ്രദമാണ് എന്ന് പറയുന്നതിൽ അങ്ങേയറ്റത്തെ അഭിപ്രായവും ആഹ്ലാദവും ഉണ്ട്. അതുപോലെ ദേശീയ പാതയിൽ ഉണ്ടാകുന്ന ആക്സിഡന്റുകളും മറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പെട്ടെന്ന് ആശ്രയിക്കാവുന്ന ഒരു ആശുപത്രി എന്ന നിലയിലും സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന് പ്രത്യേകമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ സമർപ്പിതമായ നിലയിൽ തന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പല വിധത്തിലുള്ള ജീവൻ രക്ഷാ ഓപ്പറേഷനുകൾക്കും ആക്സിഡന്റുകൾ വർദ്ധിച്ചു വരുന്ന സന്ദർഭത്തിൽ അവയ്ക്ക് വേണ്ടിയും ഒക്കെ തന്നെ രക്തം മറ്റുള്ളവർക്ക് നൽകേണ്ടി വരുന്ന അവസരത്തിൽ അതിന് ഏറ്റവും ശാസ്ത്രീയമായ ഏറ്റവും പുതുമയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയാണ് ആതുര സേവന രംഗത്തെ സംബന്ധിച്ചിടത്തോളം. എല്ലാ മന്ത്രിമാരും ഉണ്ടാകണം എന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നതിനാലാണ് ഒരിക്കൽ കൂടി അതിനെ മുൻനിർത്തി ക്ഷമ ചോദിക്കുകയാണ്. പ്രത്യേകിച്ചും അഭിവന്ദ്യ പോളി പിതാവിനോട് പ്രത്യേകമായി മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി
ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഏവർക്കും ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓരോ വർഷവും പുതിയ പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നവീകരിച്ച ഒപി ബ്ലോക്കിന്റെയും അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിന്റെയും ഒക്കെ ഉദ്ഘാടനങ്ങളോടെ നടക്കുകയാണ്. ആധുനികമായ സൗകര്യങ്ങൾ ഏത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഹോസ്പിറ്റലുകളോട് വിളപ്പിക്കുന്ന തരത്തിൽ അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ വരുന്ന രോഗികൾക്ക് എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ പിതാവിനോട് സൂചിപ്പിച്ചതുപോലെ ഒരു മിഷൻ ഹോസ്പിറ്റലായി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായി ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന കലാഭവൻ മണി സ്മാരക നാടൻ കലാപഠന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനാവും. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തും. ബെന്നി ബെഹനാൻ MP വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. അക്കാദമി സെക്രട്ടറി AV അജയകുമാർ, നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ എന്നിവർ പ്രസംഗിക്കും. ചെണ്ടമേളത്തിൽ വിസ്മയം തീർക്കുന്ന ചാലക്കുടിക്കാരി AV സംവേദയെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന കലാകാരന്മാർ കലാഭവൻ മണിക്ക് പാട്ടുകളിലൂടെ ആദരമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ MLAയെ കൂടാതെ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടിയുടെ വലിയ കലാകാരൻ കലാഭവൻ മണിക്ക് സ്മാരകം നിർമ്മിക്കാനായിട്ട് 2017 സംസ്ഥാന ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തത്. ആ സ്വപ്നം ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ഒരു ആഗ്രഹമാണ് കലാഭവന്റെ സ്മാരകം. ആ സ്വപ്നത്തിന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഈ വരുന്ന 27-ാം തീയതി കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തിരക്കിലിരിക്കുകയാണ്. ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ചടങ്ങിയുടെ അക്കാദമിയുടെ ചെയർമാൻ ശ്രീ കൃഷ്ണൻ, നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരവധി ആളുകൾ ചലക്കുടിയെ സംബന്ധിച്ച് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ദീർഘകാലത്തെ ചാലക്കുടിക്കാരുടെയും ഒപ്പം തന്നെ അനശ്വരനായ കലാകാരൻ ശ്രീ കലാഭവൻ മണിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. ഒപ്പം തന്നെ നിരവധി ആളുകളുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു അത്യധ്വാനമാണ്, പ്രയത്നമൊക്കെയാണ് നമുക്ക് കലാഭവൻ മണിയുടെ സ്മാരകം ഇന്ന് ചാലക്കുടിയിൽ യാഥാർത്ഥ്യമാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഒട്ടേറെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിൻ്റെ നിർമ്മാണം വൈകുന്നതിന് നമുക്കൊരു കാരണമായിരുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പം അതിലൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കാൻ പോകുന്ന ഒരവസരമാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഭംഗിയായി ആ പരിപാടി ചാലക്കുടിയിൽ നടക്കണം. പ്രത്യേകിച്ച് കലാഭവൻ മണിയുടെ ജന്മനാട്ടിൽ തന്നെ സർക്കാരിൻ്റെ ഏറ്റവും ബൃഹത്തായ ഒരു സ്മാരകം ഉണ്ടാകുന്നു എന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമാണ് കലാഭവൻ മണിയുടെ സ്മാരകം. അത് സർക്കാർ അതിമനോഹരമായിട്ടുള്ളൊരു കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ തറക്കല്ലിടൽ ഈ വരുന്ന 27-ാം തീയതിയാണ്. എല്ലാ ചാലക്കുടിയിലെ പൊതുജനങ്ങളും ഈ പരിപാടിയിൽ എത്തിച്ചേരണം. അത് നമുക്കൊരു നമ്മുടെ മണിയോടുള്ള ഒരു ആദരവായിട്ട് കണ്ടുകൊണ്ട്
സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തി ആർജിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് നിലനിൽക്കുന്നതായും ബാക്കി ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചു. കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ചാലക്കുടി DF ഓഫീസിലെ വനിതാ സൂപ്രണ്ടായിരുന്ന MB ഹോബിക്കെതിരെയുള്ള സഹപ്രവർത്തകരുടെ പരാതി തള്ളി. പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും വനംവകുപ്പ് മേധാവിയുമായ ഗംഗാ സിംഗാണ് പരാതി തള്ളിയത്. ചാലക്കുടി ഡിവിഷൻ ഓഫീസിൽ സൂപ്രണ്ടായിരിക്കെ ഹോബി അതേ ഓഫീസിലെ മറ്റൊരു വനിതാ ജീവനക്കാരിയുടെ ചിത്രം മോർഫ് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ മോശമായി ചിത്രീകരിക്കുകയും ബോഡി ഷേവിംഗ് നടത്തുകയും ചെയ്തെന്നായിരുന്നു പരാതി. ചില ജീവനക്കാർ DFOയുടെ അനുമതിയോടെ 2023 സെപ്റ്റംബറിലാണ് പരാതി നൽകിയത്. തുടർന്ന് ഹോബിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. 1.5 വർഷത്തിന് ശേഷമാണ് തെളിവുകളുടെ അഭാവത്തിൽ ഹോബിയെ കുറ്റമുക്തമാക്കിയത്. ഹോബി നിലവിൽ കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 400 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 71,920 രൂപയാണ്. ഗ്രാമിന് 50 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 8,990 രൂപയാണ്. വീണ്ടും 72,000 കടന്നു കുതിക്കുമെന്ന് കരുതിയ സ്വർണ്ണവില വെള്ളിയാഴ്ച കുറഞ്ഞിരുന്നു. എന്നാൽ ശനിയാഴ്ച വില വീണ്ടും വർദ്ധിച്ചതോടെ വില പുതിയ ഉയരങ്ങളിലെത്തുമെന്ന സൂചനയാണ് നൽകുന്നത്. ഈ മാസം 15-ന് 68,880 കൂപ്പുകുത്തിയ സ്വർണ്ണവില പിന്നീട് കരകയറുന്ന കാഴ്ചയാണ് കണ്ടത്. ഒറ്റയടിക്ക് 1,560 രൂപ ഇടിഞ്ഞതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ആദ്യമായി 70,000-ൽ താഴെ എത്തിയത്. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് ശമനമായതും അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണ്ണവില ഉയരാൻ ഇടയാക്കിയത്. അങ്കമാലി എറണാകുളം മേജർ അതിരൂപതയിലെ ഏകീകൃത കുർബാന സഭാ വിഷയത്തിൽ വത്തിക്കാനുടൻ ഇടപെടണമെന്നും മെത്രാപ്പോലിത്തൻ വികാരി സ്ഥാനത്ത് നിന്ന് മാർ ജോസഫ് പാംപ്ലാനിയെ എത്രയും വേഗം മാറ്റണമെന്നും സഭ ആസ്ഥാനത്ത് തടിച്ചുകൂടിയ അനുകൂല വിശ്വാസികൾ ആവശ്യപ്പെട്ടു. പ്രവർത്തകർ വിമത വിഭാഗം വൈദികരെ കൂക്കിവിളിച്ചു. കുർബാന വിഷയം മേജർ അതിരൂപതയിൽ സഭാ സിനഡ് എടുത്ത തീരുമാനപ്രകാരവും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ കൂരിയയിലെ വൈദികർക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിച്ച് സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം ഒരു പില്ലിയായി ഒരു മനമായി സഭാപ്രബോധനങ്ങളോടൊപ്പം ഇവർ പ്രവർത്തിക്കണം. അല്ലാത്തവർ സഭാ നേതൃത്വത്തെ അനുസരിക്കാൻ കഴിയാത്തവർ സീറോ മലബാർ സഭയിൽ നിന്ന് സ്വയം പുറത്തുപോകുകയാണ് വേണ്ടതെന്നും സഭാ അനുകൂല വിശ്വാസികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ തോന്നിയ ഫോട്ടോ എടുക്കും. ടാക്സ് പ്രൊഫഷണൽസ് അസോസിയേഷൻ ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇൻകം ടാക്സ് സെമിനാർ സംഘടിപ്പിച്ചു.
ചാലക്കുടി മദർ റെസിഡൻസിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അനൂപ് ഫ്രാൻസിസ് ക്ലാസ് നയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് GS ശിവപ്രസാദ് അധ്യക്ഷനായി. സെക്രട്ടറി തോമസ് ഡീൻ, സെൻട്രൽ കമ്മിറ്റി ട്രഷറർ K നന്ദകുമാർ, സെൻട്രൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് VT ജോജോ, യൂണിറ്റ് ട്രഷറർ VN സനേഷ് എന്നിവർ പ്രസംഗിച്ചു. അതിൽ നമുക്ക് ഉള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ബേസിക് ആയിട്ടുള്ളത്. ദെൻ നമ്മൾ അമെൻമെന്റ്സിന്റെ കാര്യം എന്താണ് പുതിയ ഫൈനാൻസ് ആക്ട് 2025 ഉള്ളതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണം. TDSന്റെയും TCSന്റെയും പ്രൊവിഷൻസ് പ്ലസ് ലാസ്റ്റ് ഇയറിൽ വന്ന മേജർ ചേഞ്ചസ് വിത്ത് ഇഫക്റ്റീവ് ഫ്രം 1/4/2025 ഏതൊക്കെ വരുന്നത്. ഓക്കെ അല്ലേ? ഈ 3 മണിക്കൂറിനുള്ളിൽ ഇത്ര ഏരിയ കവർ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. ഓരോ ഹെഡ്സിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഫോംസ് വന്നിട്ടില്ല. ഫോംസ് നോട്ടിഫൈ ചെയ്തു, പക്ഷേ സ്കീം അപ്ഡേറ്റ് ആയിട്ടില്ല. വിൻമാനോ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഒന്നും അപ് ടു ഡേറ്റ് ആയിട്ടില്ല. എനിക്ക് ബാങ്ക് ലോണിന്റെ ആവശ്യമുണ്ട്, എങ്ങനെയെങ്കിലും ITR ഫയൽ തരാൻ പറ്റുമെന്ന് ചോദിക്കണ്ടോ? ഓഫീസിലോട് ചോദിക്കുന്നുണ്ട് ഇല്ലേ? ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഫയൽ ചെയ്യുന്നത് അഡ്വൈസ്ഡ് ആണോ അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? നോ. ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ? നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത് നമ്മളിപ്പോ പണ്ടത്തെ പോലെയല്ല. ഒരു 5 കൊല്ലം മുമ്പാണ് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് AS ഇല്ല, TAS ഇല്ല. 26 AS എന്നൊരു ഫോം ഉണ്ട്. AS DAS എന്താണെന്ന് അറിയുന്നു വിചാരിക്കുന്നു. റിട്ടേൺ ഫയൽ ചെയ്ത ഫോമിന്റെ മഹിളാ കോൺഗ്രസ് സാഹസ് കേരള യാത്രയുടെ തൃശൂർ ജില്ലാ പര്യടനം ചാലക്കുടിയിൽ സമാപിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇന്ദിരാബാബു അധ്യക്ഷയായി. മുൻ MP രമ്യ ഹരിദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി കുന്നത്ത്, ജില്ലാ പ്രസിഡന്റ് നിർമ്മല ടീച്ചർ, സനീഷ് കുമാർ ജോസഫ് MLA, മുൻ MLA MP വിൻസെന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനേഷ്, മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിതി രാജൻ, വൈസ് പ്രസിഡന്റ് സൂസി സുനിൽ, ജനറൽ സെക്രട്ടറി ഷിഫ സന്തോഷ്, UDF കൺവീനർ OS ചന്ദ്രൻ, AB ജോർജ്, ജൂണി പുല്ലൻ, ഷോൺ പല്ലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വനിതാ പ്രസ്ഥാനവും ഇത്രത്തോളം താഴെ തട്ടിലേക്ക് ജനകീയ വികാരങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടുള്ള യാത്ര നടന്നിട്ടില്ല. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ബ്ലോക്ക് തലം വരെ യാത്ര വന്നിട്ടുണ്ട്. പ്രസംഗിക്കാനും പരിപാടികൾക്കുമായി എല്ലാ മണ്ഡലം പല സ്ഥലത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും മണ്ഡലം തലങ്ങളിലേക്ക് ഈ യാത്ര മാറ്റി അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാതൃകയായി സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് എന്നത് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ കൂടൊരുക്കൻ കൂടെയുണ്ട് പദ്ധതിയിൽ നിർധനരായവർക്ക് വീടും സ്ഥലവും നൽകി പണി പൂർത്തീകരിച്ച 6 ഭവനങ്ങൾക്ക് കുടിവെള്ളത്തിനായി നിർമ്മിച്ച കിണറിന്റെ ഉദ്ഘാടനം ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. ഫൊറോന വികാരി വർഗീസ് പാത്താടൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA തോമസ് ഉണ്ണിയടൻ മുഖ്യ അതിഥിയായി. പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, വാർഡ് കൌൺസിലർ ബിജു എസ്റ്ററേറ്റ്, ഫാദർ ക്രിസ്റ്റി ചിറ്റക്കര, ഫാദർ അഖിൽ തണ്ടിയേക്കൽ, SH കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിൻ, മുനിസിപ്പൽ കൌൺസിലേഴ്സ്, വ്യാപാരി വ്യവസായി നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. 3 ലക്ഷം രൂപ ചിലവ് ചെയ്ത് 18 അടി താഴ്ചയിൽ 3.10 അളവിലുള്ള കിണറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ വാലപ്പൻ എക്സ്ട്രീം പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ഷാജു വാലപ്പനെ ചടങ്ങിൽ ആദരിച്ചു. മുരിങ്ങൂർ വടക്കുംപാടൻ പാലി ഭാര്യ മറിയാമ്മ നിര്യാതയായി. 101 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 11 കൊല്ലക്കാലമായി രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ കേരളമെടുക്കുന്ന ശക്തമായ നടപടികൾ രാജ്യം ഉറ്റുനോക്കുകയാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ. റേഷൻ സാധനങ്ങൾ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാരുടെ സമരം അവസാനിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതുതായി ആരംഭിച്ച ബ്ലഡ് കമ്പോണന്റ് പ്രിപ്പറേഷൻ സ്റ്റോറേജ് സെന്റർ, നവീകരിച്ച ഔട്ട് പേഷ്യന്റ് വിഭാഗം എന്നിവ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തി ആർജിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചാലക്കുടി DF ഓഫീസിലെ വനിതാ സൂപ്രണ്ടായിരുന്ന MV ഹോവിക്കെതിരെയുള്ള സഹപ്രവർത്തകരുടെ പരാതി തള്ളി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.